അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, വളരെ വ്യാപകമായി കേശവസുന്നി പ്രവർത്തകന്മാർ വാട്സാപ്പിലൂടെ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു ക്ലിപ്പിന്റെ ഉടമയാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വഴി കിട്ടിയ ഫോട്ടോസാണത്. യൂസഫ് വെങ്ങശ്ശേരി എന്ന് പറയുന്ന ഇദ്ദേഹം യൂസഫ് മദനി എന്ന മുജാഹിദ് പ്രവർത്തകനാണ് എന്ന രൂപത്തിലാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇവർ ഗ്രൂപ്പുകളിൽ പലതും പറയിക്കുന്നത്. മുജാഹിദുകൾക്ക് ഇല്ലാത്ത ആദർശം ഇദ്ദേഹത്തെ കൊണ്ട് ഗ്രൂപ്പുകളിൽ പറയിച്ച് അത് ഫോർവേഡ് ചെയ്യുക, എന്നിട്ട് അതിന് ഇവർ മറുപടി പറയുക. അതാണ് പുതുതായിട്ട് ശീലിച്ചു വരുന്ന ഒരു സംഗതി. അങ്ങനെയാണ് ഇദ്ദേഹം ആരാണ് എന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇദ്ദേഹം സജീവ സുന്നി പ്രവർത്തകനാണെന്ന് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വീട്ടുകാരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ഇതുവരെ മുജാഹിദ് പ്രവർത്തകൻ എന്ന രൂപത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ആ ഗ്രൂപ്പുകളിലൊക്കെ സത്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ശേഷം അദ്ദേഹം ആ കുപ്പായം ഊരിവെച്ചിട്ടാണ് ഇപ്പോൾ വരാറ്. ഇദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണെന്നുള്ള ആ കുപ്പായം ഊരിവെച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത്. എന്നിരുന്നാലും കളവ് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഈ വർഗം പുതിയ യൂസഫ് വെങ്ങശ്ശേരിമാരെ ഗോതയിലിറക്കിയേക്കാം. അറിയാത്ത രൂപത്തിൽ, ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ മുജാഹിദ് പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വാദങ്ങളും ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളുമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആളുകൾ ഇദ്ദേഹം മുജാഹിദ് പ്രവർത്തകനാണെന്ന് വിശ്വസിക്കുകയും മുജാഹിദ് ആദർശം ഇയാളുടെ വായിൽ നിന്ന് മനസ്സിലാക്കട്ടെ എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇവരിത് ചെയ്യുന്നത്. ഏതായാലും ഇദ്ദേഹം പ്രചരിപ്പിച്ചിരുന്ന, ഗ്രൂപ്പുകളിൽ വാദിച്ചിരുന്ന ചില പ്രസക്തമായ ശബ്ദശകലങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കും. ഏതായാലും ഈ വിഷയം വൈകാതെ ഒരു 5-10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ മുജാഹിദ് നേതാക്കന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഹജ്ജ് ഇസ്ലാം കാര്യത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തു മാറ്റാൻ പോവാം. കാരണം മരിച്ചുപോയ ആളുകളെ പൂർണ്ണമായി സ്മരിക്കുന്ന ഈ പരിപാടി ഇതിപ്പോ നിർബന്ധിത സാഹചര്യത്തിലെങ്കിലും മുജാഹിദുകളായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്നത് അത്ര ഒരു പുണ്യകർമ്മമല്ല എന്നുള്ളതാണ് ഇപ്പൊ ഗവേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചുപോയ ആളുകളെ സ്മരിക്കുന്ന സംഭവം അത് ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് ഹജ്ജ് ഇസ്ലാം കാര്യത്തിൽ നിന്ന് എടുത്തു മാറ്റണം എന്നുള്ളതിലേക്ക് ഞങ്ങളെ നേതാക്കന്മാർ ഏകദേശം ഒരു 5-10 കൊല്ലത്തിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഹജ്ജ് എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ഈ ഹജ്ജ് പരിശോധിച്ചാൽ തന്നെ ഹജ്ജിലുള്ള ഓരോ കാര്യങ്ങളും അത് ശിർക്കിലേക്ക് പോകുന്ന സംഭവങ്ങളായിട്ടാണ് ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങളെന്താ മുജാഹിദുകളായ ഞങ്ങളെ പേരിൽ ഓരോരോ വാദങ്ങൾ വെച്ച് കെട്ടും? ഒളിയത്തടുക്കല് മുജാഹിദുകളായ ഞങ്ങൾക്ക് ഉണ്ടോന്ന് വെച്ച് ഞങ്ങളെ കളിയാക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക്? മുജാഹിദുകളായ ഞങ്ങൾ ഒരിക്കലും ഒളിയത്തടുക്കല് സുന്നത്താണെന്ന് എന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ ഞങ്ങളെ മുജാഹിദ് മാലികളിലൊക്കെ ഒലിഹത്ത് അറുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ അല്ല, ഇത് പല രൂപത്തിലാണ് നടക്കുന്നത്. കാരണം ഒരു നാട്ടിലെ എല്ലാ ആളുകളും പഴയ പ്രവാചകന്റെ കാലം മുതൽ ഇത് ചെയ്തു പോകുന്നത് കൊണ്ട് അതങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. സത്യത്തിൽ ഉലഹിയത്തറുക്കുക എന്നുള്ളത് അതിന്റെ സത്തയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ മുജാഹിദുകളായ ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്ത ഒരു വാദം ഞങ്ങളെ മേൽ നിങ്ങൾ വെച്ച്. കാരണം ഈ ഉലൂഹത്ത് എന്ന് പറയുന്നത് മരിച്ചുപോയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബിന്റെയും സ്മരണയാണ്. മരിച്ചുപോയ ആളുകളെ സ്മരിക്കുക എന്നുള്ളത് മുജാഹിദുകളായ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മരിച്ചവരെ അനുസ്മരിക്കുന്ന ഈ പരിപാടി ഉലഹിയത്തറുക്കല് മുജാഹിദുകളായ ഞങ്ങൾക്ക് സുന്നത്തോ അതല്ലെങ്കിൽ ഹലാലോ ആണ് എന്ന് പറയാൻ പല ആളുകളും മടിച്ചു. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതും മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്നതും ഒരുപോലെയാണ്. എന്നതുപോലെ തന്നെ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നതും ഗുരുവായൂർ അമ്പലത്തെ ചുറ്റുന്നതും ഒരുപോലെ തന്നെയാണ്. രണ്ടും അതെനിക്കറിയില്ല, ആളുകളെ നമുക്കറിയില്ല. കുറെ ആളുകൾ പോകുന്നുണ്ട്, അത് ഈ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ പോവുകയാണ്. പക്ഷെ ഇത് ശരിക്കും ആലോചിച്ചാൽ മുജാഹിദുകളായ ആളുകൾക്ക് എന്തിനാ നമുക്ക് ഹജ്ജിന് പോകേണ്ട ആവശ്യം എന്താ? ശരിക്ക് മുജാഹിദുകളായ നമുക്ക് ഒരിക്കലും ഹജ്ജിന് പോകണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ പോകാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആശയത്തിൽ എന്താ കാര്യമുള്ളത്? കാരണം ഹജ്ജ് എന്ന് പറയുന്നതൊക്കെ സഹോദര, ഈ ഹജ്ജിലുള്ള കാര്യങ്ങളൊക്കെ ഈ മരിച്ചുപോയ ആളുകളെ ഓർക്കുന്ന സംഭവങ്ങളല്ലേ. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പോൾ നമ്മൾ TV കാണുന്നുണ്ട് ജംറകളിൽ കല്ലെറിയുന്നത്. എന്തിനാ ജംറകളിൽ കല്ലെറിയുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ എറിഞ്ഞതല്ലേ? ആ ഏറല്ലേ ഇന്നും നമ്മൾ പോയിട്ട് ചെയ്യണത്. അതിന്റെ ആവശ്യം എന്താണ്? മരിച്ചുപോയ ആളുകളെ സ്മരിക്കാൻ പാടില്ല, ഓർക്കാൻ പാടില്ല എന്നാണ് നമ്മളെ വിശ്വാസം. ആ വിശ്വാസത്തിൽ വെള്ളം ചേർക്കലാണ് ഹജ്ജിന് പോണത്. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് പറയാം. നിങ്ങൾ ഒന്ന് ശരിക്കും പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്. ജൂതന്മാർ ഇസ്ലാമിൽ ചെയ്ത അതേ ജോലിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂതന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വ്യാജേന
ഇസ്ലാമിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഷിയായിസത്തിന് വിത്തുപാകിയതൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇദ്ദേഹം വന്നുകൊണ്ട് ഞങ്ങൾ അള്ളാഹു റസൂലിന്റെ മദ്ഹ് പറയുന്നത് ഷിർക്കാണെന്ന് വിശ്വസിക്കുന്നു, അള്ളാഹു റസൂലിന്റെ ഒരു നന്മകളും പറയാൻ പാടില്ല, അത് ഷിർക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മൗലൂദിനെ എതിർക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല ഒരിക്കലും അതുകൊണ്ടല്ല, മൗലൂദിൽ അള്ളാഹു റസൂലിന്റെ മദ്ഹില്ല, അതിനകത്ത് ഷിർക്കൻ വരികളും കള്ളക്കഥകളുമാണുള്ളത്. അള്ളാഹു റസൂലിന്റെ മദ്ഹിനെ പറയുന്നതിനെ മുജാഹിദികൾ ഒരു കാലത്തും എതിർത്തിട്ടില്ല. മുജാഹിദികളുടെ കുത്തുബുകളിലും പ്രസംഗങ്ങളിലും അള്ളാഹു റസൂലിന്റെ മദ്ഹ് എമ്പാടുമുണ്ട് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം രൂപം മാറുന്നത് ചർച്ചയിൽ. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ. മൗലൂദും മതവും രണ്ടും രണ്ടാണത്രേ. സുഹൃത്തെ, ഞാൻ ദേഷ്യപ്പെട്ട് നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്തരം പൊട്ടത്തരം പറഞ്ഞാൽ ഏതാൾക്ക് ഏത് ചേരഞ്ഞ് മടയിലിട്ട് കുത്തിയ ചേരക്ക് ദേഷ്യം വരൂലേ? ആ ദേഷ്യം എനിക്ക് വന്നിട്ടുള്ളൂ. ഇത്തരം നേരം നിനക്ക് നിങ്ങോട്ട് തുടങ്ങിയതാണ് ഞാൻ ഈ ചർച്ച. ഇതുവരെ നിങ്ങൾ ചർച്ച ചെയ്ത് വഹാബി പ്രസ്ഥാനത്തെ നശിപ്പിച്ചില്ലേ? നിങ്ങൾ വഹാബി നിങ്ങൾ പറയരുത്, നിങ്ങൾ സുന്നിയാണ്, മൗലൂദ് ഓതിക്കൊളി, കുത്തുബിയത്ത് ഓതിക്കൊളി. ഇനി എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യുന്നില്ല, സുന്നികളോട് ചർച്ച ചെയ്യാനല്ലേ? സുന്നികൾ ഇന്റെ അടുത്ത് പറ്റേ എന്റെ ഒരു സുന്നി എന്നോട് ചോദ്യം ചോദിക്കണ്ടല്ലോ. സുന്നികളൊക്കെ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങളോടാണ്. നിങ്ങൾ മുജാഹിദ് ആശയാണെന്ന് പറയാ, രാത്രിയിൽ നിങ്ങൾ സുന്നിയാകാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. പകലും രാത്രി ഒരുപോലെ വഹാബി പ്രസ്ഥാനത്തില്, മുജാഹിദ് പ്രസ്ഥാനത്തില്, തൗഹീദി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്ക്. അതാണ് യൂസ്. ആ മന്ദേ ഖുറാഫി ചങ്ങയ്യേ, സുന്നിയെ, മൗലൂദിനെ എന്നോടാ പറയുന്നത്. നബിദിനം ഹലാലാണെന്ന് പറയുന്ന സുന്നി ഇതും തമ്മിലൊരു വ്യത്യാസമല്ല. അവിടെ നബിദിന പരിപാടി, മദ്രസകളിൽ നടക്കുന്ന നബിദിന പരിപാടിയിൽ ഇജ്ജി പറഞ്ഞ കഥ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ കുട്ടികൾ പ്രസംഗിക്കുന്നത്. അത് ശിർക്കാണെന്ന് പറയാൻ നിൽക്കരുത്. അത് ശിർക്കാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആശയത്തിക്ക് വാ, എന്റെ ഒപ്പം നിന്നോ, അപ്പോഴേ ശിർക്കാന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ മുതൽ നബിദിനം നടത്തിക്കോ മദ്രസ. എനിക്ക് നിന്നോട് ഇനി സംസാരമല്ല. നീ സുന്നിയാണ്, നീ ഡ്യൂപ്ലിക്കേറ്റാണ്, നീ ഖുറാഫിയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ ആളുകളോടെ സംസാരം. ഇത് ഒരിക്കലും ഒരു തൗഹീദിന്റെ ആളല്ല. ഇതും സഖാഫികളും തമ്മിലൊരു മാറ്റമല്ല. നബിദിനം ആഘോഷിക്കാം, മദ്ഹ് പറയാൻ എന്ന് പറയാൻ എന്നോട് എനിക്ക് സംസാരമില്ല. കേട്ടല്ലോ സഹോദരന്മാരെ, ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഒരു സജീവ SSF പ്രവർത്തകനായ, ഒരു പൂർണ്ണ AP-കാരനായ അദ്ദേഹത്തിന്റെ ഈ സംസാരം നിങ്ങൾ കേട്ടല്ലോ. ഒരു തരി ഈമാനുള്ള ഒരു വ്യക്തി ഹജ്ജിനെയോ അജുൽ അസ്വദിനെയോ ഉളുവത്ത് ഇറക്കുന്നതിനെയോ തമാശക്ക് പോലും പരിഹസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഈമാൻ? ഇവരാണ് മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതും ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്നതും. കളവ് പറഞ്ഞ് പ്രബോധനം നടത്തുന്ന ഇവർ എന്തെല്ലാം വ്യാജ മുടിക്ക് ശേഷം, വ്യാജ ചട്ടിക്ക് ശേഷം, വ്യാജ കുപ്പായത്തിന് ശേഷം ഒരു വ്യാജ സലഫിയെയും ഇവർ രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇയാൾ ഒറിജിനൽ SSF-കാരനാണ്, ഇയാൾ AP-കാരനാണ്, ഇയാൾ മദനിയല്ല അൽ ഹസനി എന്ന ബിരുദമുള്ളൊരു മുസ്ലിയാരാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും ഈ സൗണ്ട് ക്ലിപ്പുകൾ ഫോർവേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കതൊരു വിഷയമേ അല്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ചർച്ചയിൽ ഞാൻ പരിചയമില്ലാത്തൊരു സുഹൃത്ത് പറഞ്ഞ വാക്കുകളോടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുസ്ലിം സുഹൃത്തുക്കളെ, നമ്മൾ പല ഗ്രൂപ്പുകളിലായി ഇവിടെ മുജാഹിദ്, സുന്നി എന്നും അതുപോലെ തന്നെ സുന്നി ആദർശമെന്നും സുന്നി പടയണി എന്നും എന്ന ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുന്നി മുജാഹിദിനെ കുറിച്ച്. അപ്പോൾ വളരെ വേദനകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു യൂസഫ് എന്ന ഐഡിയയിലുള്ള ഒരാളെ മുജാഹിദ് വേഷം കെട്ടിക്കൊണ്ടുവരികയും അദ്ദേഹം എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളമ്പുകയും അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേലിൽ വെച്ച് കെട്ടാനാണ് ഇവിടെ സുന്നി മുസ്ലിയാക്കന്മാർ അഥവാ പൂർണ്ണമായും മുസ്ലിയാക്കന്മാരുള്ള ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് വേണ്ട, ഇസ്ലാമിന് പോലും നിരക്കാത്ത തരത്തിലുള്ള വാദങ്ങളാണ് ആ യൂസഫ് എന്ന ഐഡിയക്കാരൻ പറഞ്ഞത്. അത് വ്യക്തമായിരിക്കുകയാണ്, അത് ഒരു മുസ്ലിയാറാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അദ്ദേഹത്തെ ആഡ് ചെയ്യുകയും ഇപ്പോൾ മൊബൈൽ വിളിക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഈ യൂസഫ് എന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഇസ്ലാമിനെതിരെയാണ് നിങ്ങൾ കളിക്കുന്നുള്ളത്, അല്ലാണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെയല്ല. ഇത്തരം വാദങ്ങൾ ഇസ്ലാമിന് പോലും ഇല്ലാത്ത പദം, ഹജ്ജ് നിരോധിക്കുക, അതുപോലെ തന്നെ അജുല്ലസിനെ ചിന്തിച്ചാൽ പുണ്യമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവും ഇന്ന് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം
കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്തതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം തോൽപ്പിക്കാനല്ല, മറിച്ച് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് ഇസ്ലാം പോയാലും എന്ത്, നിങ്ങൾക്ക് കിട്ടണം പണം, അതല്ലേ മുസ്ലിയാക്കന്മാരുടെ നിങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്തരം നീചവൃത്തികൾ നിങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ആദർശം കൊണ്ട് നേരിടുവാൻ വേണ്ടിയാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഞാൻ അറിയുന്നു. തീർച്ചയായും ഇതിനുള്ള ശിക്ഷ അള്ളാഹു തക്കതായ ശിക്ഷ നിങ്ങൾക്ക് ആ ചെയ്തവർക്ക്